My dear students, ഡോക്ടർ ജെയിംസ് ടൈലർ കെൻ്റ് രചിച്ച ലെക്ചേഴ്സ് ആൻഡ് ഹോമിയോപ്പതിക് മെറ്റീരിയ മെഡിക്ക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. ഈ പരമ്പരയുടെ 359 എപ്പിസോഡിൽ കൽക്കറിയ ഫോസ്ഫോറിക്ക എന്ന അധ്യായത്തിൻ്റെ രണ്ടാം ഭാഗമാണ് നമ്മൾ പരിഗണിക്കുന്നത്. ഈ ഭാഗത്ത് പ്രധാനപ്പെട്ട ചില പർട്ടിക്കുലർ സിംറ്റംസാണ് വരുന്നത്. അതിൽ തന്നെ പ്രമേഹത്തിൻ്റെ ചികിത്സയിൽ ഈ ഔഷധത്തിൻ്റെ സാധ്യതയെക്കുറിച്ച് കെൻ്റ് പറയുന്നുണ്ട്. അതുപോലെ ചില ഗ്രന്ഥികൾ ബാധിക്കുന്ന ക്ഷയരോഗത്തെക്കുറിച്ച് നമുക്കതിൻ്റെ വിശദാംശങ്ങൾ പരിശോധിക്കാം. പെയിൽ വാക്സി ഫേസ്, ഡേർട്ടി സ്കിൻ. അപ്പോൾ ആ രോഗിയുടെ ഒരു ചിത്രം, വിളറിയ മെഴുകു പോലുള്ള മുഖം, വൃത്തികെട്ട തൊലിയിലൊരു അതിൻ്റെ സ്വാഭാവികമായൊരു സൗന്ദര്യം, ഭംഗി തൊലിക്കില്ല. റൊമാറ്റിക് ഫേസ് ഏക്ക് ഇൻ എവറി കോൾഡ് സ്പെൽ ഓഫ് വെതർ. നേരത്തെ കണ്ട പോലെ തണുപ്പിലാണ് ഇതിൻ്റെ പ്രശ്നങ്ങൾ വരുന്നത്. ആ തണുത്ത കാലാവസ്ഥയിലൊക്കെ മുഖത്ത് വാതസംബന്ധമായ വേദന. കോൾഡ് പെർസ്പിറേഷൻ ഓൺ ഫേസ്, മുഖത്ത് തണുത്ത വിയർപ്പ് വരുന്നു, തണുത്തിരിക്കുമ്പോഴും വിയർക്കുന്നു. ന്യൂറാൾജി ഓഫ് ഫേസ് അറ്റ് നൈറ്റ് ഇൻ കോൾഡ് എയർ, വേഴ്സ് ഫ്രം എക്സേർഷൻ, അമീലർ ബൈ ഹീറ്റ്, സെൻസിറ്റീവ് ടു പ്രഷർ. അപ്പോൾ രാത്രിയിൽ മുഖത്ത് നാഡീസംബന്ധമായ വേദന, അതും തണുത്ത കാറ്റടിക്കുമ്പോഴാണ്. എന്തെങ്കിലും അധ്വാനം കൊണ്ട് വർദ്ധിക്കുന്നുണ്ട്. ചൂട് കൊണ്ട് അതിന് ശമനം കിട്ടുന്നുണ്ട്. അപ്പോൾ രണ്ട് മൊഡാലിറ്റിയാണ് പ്രധാനം. തണുപ്പ് കൊണ്ട് കൂടുന്നു, ചൂട് കൊണ്ട് ശമനം. സെൻസിറ്റീവ് പ്രഷർ, ചെറിയ സമ്മർദ്ദം മുഖത്ത് ഒന്ന് സ്പർശിക്കുമ്പോൾ തന്നെ വേദനയുണ്ട്. ഇതിന് ഒരു കമ്പാരിസൺ പറഞ്ഞിട്ടുണ്ട്. മാക്ഫോസ് ഈസ് ബെറ്റർ ബൈ ഹീറ്റ് ആൻഡ് പ്രഷർ. മാക്ഫോസ് അവിടെ ചൂട് കൊണ്ട് ശമനമുണ്ട്, പക്ഷേ മർദ്ദം കൊണ്ടും ശമനമുണ്ട്. ഇവിടെ മർദ്ദം കൊണ്ട് കൂടുകയും ചെയ്യുന്നു. അപ്പോൾ ആ ഒരു കാര്യത്തിലാണ് വ്യത്യാസം വരുന്നത്. ഈ കെൻറ്റിൻ്റെ ലെക്ചേഴ്സിൻ്റെ ഒരു ഗുണമതാണ്. അത്തരം ചെറിയ കാര്യങ്ങളിൽ രണ്ട് ഔഷധങ്ങളെ തമ്മിൽ ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യാൻ നമുക്ക് സാധിക്കും. ഡാർക്ക് ബ്ലോച്ചസ് ആൻഡ് പസ്റ്റ്യൂൾസ് ഓൺ ദ ഫേസ്, മുഖത്ത് ഇരുണ്ട പാടുകൾ, കുരുക്കൾ, പഴുപ്പുള്ള കുരുക്കൾ. സോളൻ അപ്പർ ലിപ്പ്, പെയിൻഫുൾ, ഹാർഡ് ആൻഡ് ബേണിങ്. മേൽച്ചുണ്ടിൽ വിങ്ങിയിരിക്കുന്നു, കല്ലിച്ചിരിക്കുന്നു, പൊള്ളലിൻ്റെ അനുഭവം, വേദന ഒക്കെ ഉണ്ട് മേൽച്ചുണ്ടിൽ. ഇത് ലേറ്റ് കമ്മിങ് ഇൻ ഓർ ഡീകേ സൂൺ, പല്ല് മുളയ്ക്കാൻ വൈകുന്നു ഒന്ന്, അല്ലെങ്കിൽ പല്ലുണ്ടായാലും വളരെ വേഗം അത് ചീത്തയായി പോകുന്നു, കേടായി പോകുന്നു. ടീത്ത് സെൻസിറ്റീവ് ടച്ച്, പ്രഷർ ഓർ വെൻ മാസ്റ്റിക്കേറ്റിംഗ്, സ്പർശനത്തോട് സമ്മർദ്ദത്തോട്, അത് ചവക്കുമ്പോഴാണല്ലോ കൂടുതൽ സമ്മർദ്ദം വരുന്നത്. ആ സമയങ്ങളിൽ വളരെ സെൻസിറ്റീവാണത്. കംപ്ലൈൻസ് ഓഫ് ടീത്തിങ് ചിൽഡ്രൻ, പല്ലുമുളയ്ക്കുന്ന സമയത്ത് കുട്ടികളുണ്ടാകുന്ന പ്രശ്നങ്ങളെ പൊതുവെ ഇത് കവർ ചെയ്യുന്നുണ്ട്. ഫോൾ ടേസ്റ്റ് ഇൻ മൗത്ത്, വായിൽ ദുസ്വാദ്. ബിറ്റർ ടേസ്റ്റ് ഇൻ ദ മോർണിംഗ്, പ്രഭാതത്തിൽ വായിൽ കയ്പ്. ടങ് കോട്ടഡ് ഇൻ ദ മോർണിംഗ്, പ്രഭാതത്തിൽ നാവിലിങ്ങനെ പൂപ്പലോ മറ്റൊക്കെ ഒന്ന് ആവരണം ചെയ്തിരിക്കും. ടങ് സോളൻ, നംബ് ആൻഡ് സ്റ്റിഫ്, നാവിൽ വീക്കം, മരവിച്ചിരിക്കുന്നു, ചലിപ്പിക്കാൻ പറ്റാത്ത രീതിയിൽ ഉറച്ചിരിക്കുന്നു. ഗ്രോയിങ് ചിൽഡ്രൻ സഫർ ഫ്രം ക്രോണിക് ത്രോട്ട് ട്രബിൾസ്, വളർച്ചയുടെ പ്രായത്തിൽ തൊണ്ടയിൽ സ്ഥായിയായ പലതരം പ്രശ്നങ്ങൾ. അത് പ്രധാനമായിട്ടും എൻലാർജ് ടോൺസിൽസ് വലുതായ അവസ്ഥ. എവറി കോൾഡ് സെൽസിൻ്റെ ടോൺസിൽസ്, അതാണ് അതിൻ്റെ ഒരു മൊഡാലിറ്റിയുടെ വരുന്നത്. ഓരോ തണുപ്പടിക്കുമ്പോഴും തൊണ്ടയിൽ പോയി തണുപ്പ് വീണിട്ട് ടോൺസിൽ വീക്കം വരുന്നു. ഞാനത് വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ നാട്ടിൽ അമേച്ചർ ഹോമിയോപാത്സ് കൊണ്ടൊക്കെ സംസാരിക്കുമായിരുന്നു. അവരെങ്ങനെ ഹോമിയോപ്പതി അറിഞ്ഞു, എന്താണ് ഹോമിയോപ്പതി, അവരുടെ ധാരണ. അപ്പോൾ അതിലൊരാൾ ഈ ടോൺസിലൈറ്റിസ് ചികിത്സയിൽ അറിയപ്പെടുന്ന ആളാണ്. കൽക്കേറിയ ഫോസും ഫെറംഫോസും ബയോകെമിക്കാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പുള്ളി കാലത്തും വൈകുന്നേരമൊക്കെ ആയിട്ട് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് വേറെ ദോഷമൊന്നുമില്ല, എന്തെങ്കിലും ഗുണമുണ്ടായാലേ ഉള്ളൂ. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നമ്മളങ്ങനെ വെറുതെ ഉപയോഗിക്കുന്ന കാര്യമില്ല. ബയോകെമിക്കൽ ഉപയോഗിക്കാം, പക്ഷേ പൊട്ടൻസിയിൽ കൃത്യമായ ഇൻഡിക്കേഷൻ ഉണ്ട്. ബയോകെമിക്കലാണെങ്കിലും ഇങ്ങനെ ആവർത്തിച്ച് കൊടുക്കുമ്പോൾ കൃത്യമായ സൂചനയില്ലാതെ തുടർച്ചയായിട്ട് പുള്ളി 3 മാസമൊക്കെ കൊടുക്കുന്നത്. ഇവിടെ തണുപ്പ് പോയി തൊണ്ടയിലടിച്ച് വരുന്നു എന്നുള്ളതാണ് കൽക്കേറിയ ഫോസിൻ്റെ ആ ഒരു തനത് സ്വഭാവം. ഡ്രൈനസ് ഇൻ ത്രോട്ട് അറ്റ് നൈറ്റ്, രാത്രിയിൽ തൊണ്ട വരണ്ടിരിക്കുന്നു. ക്രേവ് സാൾട്ട്, ബീക്കൺ ആൻഡ് സ്മോക്ക്ഡ് മീറ്റ്സ്, നമ്മുടെ ഇവിടുത്തെ ഭക്ഷണ സാധനങ്ങളല്ല എങ്കിലും ഉപ്പിലിട്ട സാധനങ്ങളോട്, പുകയിട്ട സാധനങ്ങളോട്, ഉണക്കിയ സാധനങ്ങളോട്, അങ്ങനെയുള്ളൊരു ക്രേവിംഗ് എന്ന് പൊതുവെ പറയാം. എങ്കിലും ഇവിടെ അത്ര ആപ്ലിക്കബിൾ. സ്ട്രോങ് അപ്പിറ്റേറ്റ്, നല്ല വിശപ്പുണ്ട്. ഇൻഫൻസ് വാണ്ട് ടു നേഴ്സ് ഓൾ ദ ടൈം,
കുട്ടികളിൽ വരുന്ന ഇൻഡിക്കേഷൻ. എപ്പോഴും കുട്ടികൾക്ക് പാല് കുടിച്ചുകൊണ്ടേയിരിക്കണം, എപ്പോഴും പാല് കുടിച്ചുകൊണ്ടിരിക്കണം. ഈസിലി ഡിസോർഡേഡ് സ്റ്റൊമക്ക്, പക്ഷെ വയറ് വേഗം കേടാകുകയും ചെയ്യും. കോൾഡ് ഡ്രിങ്ക്സ്, ഐസ്ക്രീം, ഫ്രൂട്ട്സ് ഡിസോർഡർ ദ സ്റ്റൊമക്ക് കോസിങ് പെയിൻ ഓർ ഡയറിയ. അപ്പോൾ തണുത്ത പാനീയങ്ങൾ, ഐസ്ക്രീം, പഴങ്ങളും വയറിന് കുഴപ്പമുണ്ടാക്കും. എന്താണ് ഉണ്ടാകുന്ന കുഴപ്പം? പ്രധാനം ഉണ്ടാകുന്നത് വയറ് വേദനയും വയറിളക്കവും. പെയിൻ സ്റ്റൊമക്ക് ആഫ്റ്റർ ഫുഡ്, ആഹാരം കഴിച്ച ശേഷം വയറുവേദന. ഇറക്ടേഷൻസ് ആൻഡ് നോസിയ, പൊളിച്ചത് കെട്ടൽ, ഒക്കാനം വരല്. സോർനെസ് ഇൻ ദ സ്റ്റൊമക്ക്, വയറിലൊരു നൊമ്പരം. സോർ ഇറക്ടേഷൻസ്, നോസിയ ആൻഡ് വോമിറ്റിംഗ്. ചവർപ്പുള്ള പൊളിച്ചത് കെട്ടൽ, ഒക്കാനം വരല്, ഛർദില്. ബോണിങ് ഇൻ ദ സ്റ്റൊമക്ക്, വയറിൽ എരിച്ചില്, പൊള്ളല്. നോസിയ ഫ്രം സ്ക്രേപ്പിംഗ് ദ ലാരിങ്സ് ഓർ ത്രോട്ട്, തൊണ്ടയിൽ സമവേടകത്തിൽ അവിടെ ചൊറിച്ചിൽ പോലെ വന്നിട്ട് നമുക്ക് ഓക്കാനം വരുന്നു. വൊമിറ്റിംഗ് ഇൻ ഇൻഫൻസ്, ഇൻ ചിൽഡ്രൻ ആൻഡ് ഇൻ പ്രഗ്നൻസി, ശിശുക്കളിൽ, കുട്ടികളിൽ, ഗർഭകാലത്ത് 3 അവസ്ഥയിലുമുള്ള ഓക്കാനം ഛർദിലിനെ കൽക്കേറിയ ഫോസ്ഫോറിക്ക കവർ ചെയ്യുന്നുണ്ട്. വയലന്റ് പെയിൻ ഇൻ ദ സ്റ്റൊമക്ക്, ഡയറിയ അഗ്രിവേറ്റഡ് ബൈ ദ ലീസ്റ്റ് ഫുഡ്, വയറിൽ വല്ലാതെ വേദന, അല്പം എന്തെങ്കിലും ഭക്ഷണം കഴിച്ചാൽ മതി വയറിളക്കം വർദ്ധിക്കും. നോയിങ് എംറ്റി ഫീലിംഗ് ഇൻ ദ സ്റ്റൊമക്ക്, വയറ് ഇങ്ങനെ കാലിയായിരിക്കുന്നത്. അതുകൊണ്ടാണ് എപ്പോഴും ഇങ്ങനെ തിന്നാൻ കുട്ടികളാണെങ്കിലും പാല് കുടിച്ചുകൊണ്ടിരിക്കുന്ന ആഗ്രഹം. എംറ്റി ഫീലിംഗ്, വയറ് കാലിയായിരിക്കുന്നത് ഒരു തോന്നൽ. അപ്പോൾ വളർച്ചയുടെ ഒരു ക്രമരാഹിത്യമാണത് സൂചിപ്പിക്കുന്നത്. ആഫ്റ്റർ ബിക്കമിങ് ചിൽഡ്, പെയിൻ ഇൻ ദ ലിവർ, സോർനെസ് അഗ്രിവേറ്റഡ് ആഫ്റ്റർ ഈറ്റിംഗ് ആൻഡ് ബൈ മോഷൻ, വാണ്ട്സ് ടു കീപ് ക്വയറ്റ്. അപ്പോൾ അതിൻ്റെ എല്ലാ മൊഡാലിറ്റീസും ആ പ്രശ്നം വരുന്നുണ്ട്. തണുപ്പടിക്കുമ്പോൾ കരളിൻ്റെ ഭാഗത്ത് വേദന, അവിടെ നൊമ്പരം, എന്തെങ്കിലും ആഹാരം കഴിച്ചുകൊണ്ടോ ചലിക്കുന്നതുകൊണ്ടോ അത് വർദ്ധിക്കുന്നു. അനങ്ങാതെ ഇരിക്കണമെന്നുള്ള ആഗ്രഹം. അപ്പോൾ പൊതു മൊഡാലിറ്റീസ് കരളിൻ്റെ കാര്യത്തിലും കൽക്കേറിയ ഫോസിൽ ബാധകമാണെന്ന് അർത്ഥം. സ്റ്റിച്ചിങ് പെയിൻസ് ഇൻ ദ ലിവർ ഫ്രം ഡീപ്പ് ബ്രീത്തിങ് ഓർ സഡൻ മോഷൻ, ആഴത്തിൽ ശ്വാസം എടുക്കുമ്പോൾ ശ്വാസം വല്ലാതെ എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇരുന്നിരുന്ന് എഴുന്നേക്കുകയോ പെട്ടെന്ന് ഓടുകയോ അങ്ങനെ ചലനം വന്നു കഴിഞ്ഞാൽ കരളിൻ്റെ ഭാഗത്ത് കുത്തുന്ന പോലെ, തുന്നുന്ന പോലുള്ള വേദന. പൾസേറ്റിംഗ് ഇൻ ദ ലിവർ, കരളിൻ്റെ ഭാഗത്ത് വിങ്ങല്. കട്ടിംഗ് പെയിൻസ് ഇൻ ദ സ്പ്ലീൻ, ലീഹയുടെ ഭാഗത്ത്, സ്പ്ലീൻ്റെ ഭാഗത്ത് വെട്ടുന്ന പോലെ വേദന. സിങ്കിങ് സെൻസേഷൻ അബ്ഡമൻ, അടിവയറിലിങ്ങനെ കാലിയായിട്ട് ഇങ്ങനെ താഴേക്ക് പോകുന്ന പോലെ. ബേണിംഗ് ഇൻ അബ്ഡമൻ, അടിവയറിൽ പൊള്ളല്. റൈസിങ് അപ് ടു ദ ചെസ്റ്റ്, ആ പൊള്ളല് അടിവയറ്റിൽ നിന്ന് നെഞ്ചു വരെ ഇങ്ങനെ പൊങ്ങി വരും. പെയിൻ ഇൻ ദ അബ്ഡമൻ അമീലറേറ്റഡ് ബൈ പാസിംഗ് ഫ്ലാറ്റസ്, അടിവയറ്റിൽ വേദന കീഴ്വായി പോകുമ്പോൾ അതിന് ശമനം കിട്ടും. കോളിക് ഫോളോഡ് ബൈ ഡയറിയ, വയറുവേദന, അതിൻ്റെ പിന്നാലെ വയറിളക്കം. അൾസറേഷൻ ഓഫ് നേവൽ ഇൻ ഇൻഫൻസ്, കുട്ടികളിൽ പൊക്കിളിൻ്റെ ഭാഗത്ത് വ്രണം വരല്. കൽക്കേറിയ ഫോസ് ഞാൻ നേരിട്ട് ഒരിക്കൽ പ്രയോഗിച്ചിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിലായിരുന്നു. ആ കുട്ടിക്ക് സർജറി, ഞാൻ കോഴിക്കോട് താമസിക്കുമ്പോഴാണ്, ആ കുട്ടിക്ക് സർജറി പറഞ്ഞൊരു കേസാണ്. പൊക്കിളിൻ്റെ ഭാഗത്ത് ഇതുണ്ട്. ഒരു ചെറിയൊരു മൈനർ സർജറി നേരത്തെ ആശുപത്രി ചെയ്തിരുന്നു. വീണ്ടും പോയി വലിയൊരു ആശുപത്രി, പറ്റുമെങ്കിൽ മെഡിക്കൽ കോളേജിൽ പോയി ചെയ്യണം. അവർക്കാണെങ്കിൽ പേടിയാണ്, വലിയ പൈസയും ഇല്ല. അപ്പം അന്ന് വാസ്തവത്തിൽ കോഴിക്കോട് നമുക്ക് സുഹൃത്തുക്കളില്ലായിരുന്നു ഹോബി പാസ്. ആ ഒരു സമയമാണ് ഞാൻ ഒന്ന് കേസ് എടുത്തു. ബയോകെമിക്ക് കൊടുത്താൽ അപ്പോഴത്തെ അവസ്ഥയിൽ അത് ആശാസ്യമായൊരു ശമനം കിട്ടില്ല. അതുകൊണ്ട് ഒരു പൊട്ടൻസി വളരെ സൂക്ഷിച്ച് ഒരു പൊട്ടൻസി വളരെ ചെറിയ ഡോസിൽ, വളരെ മൈന്യൂട്ടായിട്ട് ഒരു ഡോസ് ആ കുട്ടിക്ക് കൊടുത്തു. ആ കുട്ടിക്ക് അതുകൊണ്ട് നല്ല സമാശ്വാസം ഉണ്ടായി ചെയ്തു. പിന്നെ ഞാൻ കൊടുത്തില്ല, പിന്നെ അത് ഫോളോ അപ്പ് ചെയ്യാനും പോയില്ല. കാരണം ഞാനത് കൂടുതൽ ചെയ്യുന്നത് ശരിയല്ലാത്തത് കൊണ്ടങ്ങനെ വിട്ടുകളഞ്ഞു. പക്ഷേ സർജറി ഇല്ലാതെ കുട്ടി രക്ഷപ്പെട്ട് പോയി കാണണം. മോഷൻ അബ്ഡമൻ ഫ്രം ഫ്ലാറ്റസ് ആസ് ഫ്രം സംതിങ് അലൈവ്, അടിവയറ്റിൽ ജീവനുള്ള എന്തോ ഉണ്ട് എന്ന് തോന്നുന്ന തരത്തിൽ കീഴ്വായി പോകാൻ നേരത്ത് വയറിൻ്റെ അടിയിൽ ചലനം. കീഴ്വായി പോകുമ്പോൾ ഒരു സമാശ്വാസമാണ് പൊതുവെ കിട്ടുന്നത്. ആ ഒരു കണ്ടീഷനുണ്ട്. എങ്കിലും അടിവയറ്റിൽ ചലനം, എന്തോ ജീവനുള്ള വസ്തുക്കൾ ചലിക്കുന്നവർ തോന്നലും ഈ കീഴ്വായി പോകുന്നതിനോട് ബന്ധപ്പെട്ടുണ്ടാകാം. അബ്ഡമൻ ലാർജ് ആൻഡ് ഫ്ലാബി, അടിവയർ വലുതായിരിക്കുന്നു, പേശികളൊക്കെ ബലക്കുറവ്. ഈ കുട്ടിയുടെ, ഞാൻ പറഞ്ഞ കുട്ടിയുടെ കേസ് അങ്ങനത്തെ കുട്ടിയാണ്. ഫോർമേഷൻ്റെ പ്രശ്നമുണ്ടായിരുന്നു, ടെമ്പറാമെൻ്റ് ഒക്കെ കൃത്യമായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടൊരു ടോട്ടാലിറ്റി എനിക്ക് ഉറപ്പായിരുന്നുകൊണ്ടാണ് ഞാൻ ആ കുട്ടിക്കത് കൊടുത്തത്. ടേസ് മെസൻട്രിക്ക വിത്ത് ഡയറിയ, വയറിലെ ഗ്രന്ഥികളിൽ, അടിവയറ്റിലെ ഗ്രന്ഥികളിലെ ക്ഷയരോഗബാധ. ഗ്രീൻ മ്യൂക്കസ് ആൻഡ് ഹോട്ട് വാട്ടറി സ്റ്റൂൾസ്, വൈറ്റ് മഷി സ്റ്റൂൾസ്, കോപ്പിയസ് ഒഫൻസീവ് ഫ്ലാറ്റസ്.
വയറുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി പ്രശ്നങ്ങളുണ്ട്. പച്ച നിറത്തിലുള്ള കഫം പോകും വയറ്റിൽ നിന്ന്, വെള്ളം പോലെ പോകും വയറ്റിൽ നിന്ന്, വെള്ളം നിറത്തിൽ പോകാം, ധാരാളമായിട്ട് പോകാം, ദുർഗന്ധമുള്ള കീഴ്വായു ഉണ്ടാകാം, ഡയറിയ ഫ്രം ഫ്രൂട്ട്, ഐസ്ക്രീം, പഴങ്ങൾ കഴിച്ചുകൊണ്ട്, ഐസ്ക്രീം കഴിച്ചുകൊണ്ട്, തണുത്ത വെള്ളം കൊണ്ട് ഒക്കെ വയറിളക്കം. ഞാൻ ആ കുട്ടിയുടെ കാര്യത്തിൽ ഈ കുട്ടിയുടെ ഒരു ഡെവലപ്മെൻറ്റ് ഇല്ലയെന്ന് കണ്ടപ്പോൾ ഞാൻ പഴങ്ങളൊക്കെ കൊടുക്കുന്നില്ലേ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞ പഴങ്ങൾ കൊടുക്കും, പക്ഷേ എന്ത് പഴം കൊടുത്താലും കുട്ടിക്ക് വയറിൻ്റെ പ്രശ്നമാണ്, വയറിളക്കം ഉണ്ടാകും, വയറുവേദന ഉണ്ടാകാൻ കുട്ടിക്ക് പഴങ്ങൾ കാണുന്നതേ ഇഷ്ടമല്ല കുട്ടിക്ക്. ഫോർ വെക്സേഷൻ, മനോവ്യഥ കൊണ്ടും വയറിളക്കം ഉണ്ടാകാം, മണപ്രയാസം കൊണ്ടും വയറിളക്കം ഉണ്ടാകാം. ഡയറി ഇൻ ദ മോർണിംഗ് ഇൻ തൈസിക്കൽ പേഷ്യൻസ്, ക്ഷയരോഗ പ്രവണതയുള്ള ആളുകളിൽ, ക്ഷയരോഗികളാണെന്നില്ല, അവരിൽ പ്രഭാതത്തിൽ വയറിളക്കം. വെരി ഓഫൻസീവ് സ്റ്റൂൾസ്, ദുർഗന്ധമുള്ള മലം. കോൺസ്റ്റിപ്പേഷൻ വിത്ത് ഡിഫിക്കൽ ഹാർഡ് സ്റ്റൂൾ, ഇനി നേരെ തിരിച്ച് മലബന്ധവും വരും, മലം പോകാൻ പ്രയാസം, കട്ടിയുള്ള മലം. ബ്ലീഡിങ് ഫ്രം ദ റെക്ടം ആൻഡ് ഏനസ് ഡ്യൂറിങ് സ്റ്റൂൾ, മലം പോകുമ്പോൾ മലാശയത്തിൽ നിന്ന് രക്തം പോകുന്നു. പ്രൊട്രൂഡിങ് പൈൽസ് സോ പെയിൻഫുൾ ദാറ്റ് ഹീസ് കെപ്റ്റ് ഇൻ ബെഡ് ഫോർ വീക്സ്, പൈൽസ് പുറത്തേക്ക് തള്ളി വന്നിട്ട് എഴുന്നേറ്റ് നടക്കാൻ പറ്റില്ല, കിടക്കയിൽ കിടക്കണം, അത്രയ്ക്ക് മോശമായൊരവസ്ഥയാണ്. ദ പെയിൻ ഈസ് ഇൻറ്റൻസ് സ്റ്റാൻഡിങ്, നിൽക്കാൻ നേരത്ത് വളരെ രൂക്ഷമായ വേദന. വാക്കിംഗ് ഫ്രം ടച്ച്, നടക്കാൻ നേരത്ത് വേദന, സ്പർശിക്കുമ്പോൾ വേദന. പൈൽസിൻ്റെ പ്രശ്നങ്ങൾ വിവരണാതീതമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഉള്ളത്, ഇതൊക്കെ കവർ ചെയ്യുന്നുണ്ട്. അമീലിറേറ്റ് ബൈ ഹീറ്റ്, ചൂട് കൊടുക്കുമ്പോൾ ആശ്വാസം എന്നുള്ളതാണ് ഇവിടുത്തെ സവിശേഷത. വിത്ത് ജനറൽ സഫറിങ്, എവരി സഡൻ കോൾഡ് ചേഞ്ച് ഓഫ് ദ വെതർ, പൊതുവായുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കൽക്കേറിയ ഫോസോറിക്ക പേഷ്യൻറ്റിന് പൈൽസ് വരാം. കാലാവസ്ഥ മാറ്റം, തണുപ്പടിക്കുന്ന അവസ്ഥ, അപ്പോഴും പൈൽസ് വരാം. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലുള്ള പൈൽസാണ് ഇവിടെ വരുന്നത്. പൈൽസ് ഇച്ച് ആൻഡ് ബേൺ ആൻഡ് ഡിസ്ചാർജ് യെല്ലോ പസ്, പൈൽസിൻ്റെ ഇവിടെ ചൊറിച്ചിലുണ്ട്, പൊള്ളലുണ്ട്, മഞ്ഞ നിറത്തിലുള്ള പഴുപ്പ് കടന്നു പോകും. ഇച്ചിങ് ഓഫ് ദ ഏനസ് ഇൻ ദ ഈവനിങ്, വൈകുന്നേരം മലദ്വാരത്തിൻ്റെ അവിടെ ചൊറിച്ചിൽ. സ്റ്റിച്ചിങ് പെയിൻ ഇൻ ദ ഏനസ് വിത്തൗട്ട് ഹെമറോയിഡ്സ്, അപ്പോൾ മലദ്വാരത്തിൻ്റെ അവിടെ ഹെമറോയിഡ്സ് ഉണ്ടാകാം, ഇല്ലാതെയും, രണ്ട് തരത്തിലും കുത്തുന്ന പോലെ തുന്നുന്ന പോലെ വേദനകൾ വരാം. ഫിസ്റ്റുല ഇൻ ട്യൂബർക്കുലസ് സബ്ജക്ട്സ്, ക്ഷയരോഗമുള്ള ആളുകളിൽ ഫിസ്റ്റുല വരുന്നു. ഫിഷേഡ് ഏനസിൻ്റെ അവിടെ ഫിഷേഡ് വിത്ത് ബേണിംഗ് സ്റ്റിച്ചിങ് പെയിൻസ്, അവിടെ പൊള്ളുന്ന, തുന്നുന്ന, കുത്തുന്ന പോലുള്ള വേദനകൾ. വീക്ക് ആൻഡ് ഇറിറ്റബിൾ ബ്ലാഡർ, മൂത്രസഞ്ചി ക്ഷീണിതമാണ്, അവിടെ മൂത്രം പിടിച്ചു നിർത്താനുള്ള കഴിവിൽ ഇടക്കിടക്ക് മൂത്രം പോകും. കാറ്റാർ ഓഫ് ദ ബ്ലാഡർ, അവിടെ നിന്ന് കഫം പോകാം മൂത്രത്തിന് കൂടെ. ഫ്രീക്വൻറ്റ് അർജിങ് ടു യൂറിനേറ്റ്, ഇടക്കിടക്ക് മൂത്രം ഒഴിക്കാൻ തോന്നും. കോപ്പിയസ് ഫ്ലോ ഓഫ് യൂറിൻ, മൂത്രം കുറേശ്ശേല പോകുന്നു, അമിതമായിട്ടും പോകാം. പെയിൻ ഇൻ ദ നെക്ക് ഓഫ് ദ ബ്ലാഡർ, മൂത്രസഞ്ചിയുടെ കഴുത്തിൻ്റെ അവിടെ വേദന. കട്ടിങ് ഇൻ യുറേത്ര, മൂത്രാശിൻ്റെ ഭാഗത്ത് വെട്ടുന്ന പോലെ വേദന. സ്റ്റിച്ചിങ് ഇൻ പ്രൊസ്റ്റേറ്റ് ഗ്ലാൻഡ്, പ്രൊസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ ഭാഗത്ത് കുത്തുന്ന പോലെ, തുന്നുന്ന പോലുള്ള വേദന. പെയിൻ ദ നെക്ക് ഓഫ് ദ ബ്ലാഡർ ബിഫോർ ആൻഡ് ആഫ്റ്റർ യൂറിനേറ്റിംഗ്, മൂത്രമൊഴിച്ച് തുടങ്ങുന്നതിന് മുമ്പും മൂത്രമൊഴിച്ച ശേഷവും മൂത്രസഞ്ചിയുടെ കഴുത്തിൻ്റെ അവിടെ വേദന. ഏക്കിങ് ഇൻ ദ എംപ്റ്റി ബ്ലാഡർ, മൂത്രമൊഴിച്ച് കഴിഞ്ഞ് മൂത്രസഞ്ചി കാലിയാകുമ്പോഴും വേദന. ദിസ് റെമഡി ഹാസ് ക്യൂർഡ് ഡയബറ്റീസ് മെലിറ്റസ്, പ്രമേഹത്തെ ഇത് സുഖപ്പെടുത്തിയിട്ടുണ്ട്. പണ്ടൊക്കെ പ്രമേഹത്തിൻ്റെ ലക്ഷണങ്ങളെന്നാണ് പറയുന്നത് മൂത്രമൊഴിച്ചിന് ഇടക്കിടക്ക് മൂത്രം പോകുന്നൊരവസ്ഥ. അപ്പോൾ പ്രമേഹമുള്ള കേസിനെയും ഇൻഡിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, പൊതു അവസ്ഥ യോജിച്ചു കഴിഞ്ഞാൽ കൽക്കേറിയ സുഖപ്പെടുത്തും. വയലന്റ് പെയിൻ ദ റീജിയൻ ഓഫ് ദ കിഡ്നീസ്, വൃക്കകളുടെ ഭാഗത്ത് അതിരൂക്ഷമായ വേദന. പർട്ടിക്കുലർ സിംറ്റംസ് ആണെങ്കിലും വളരെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങളാണ്. നിരവധി പ്രശ്നങ്ങളെ ഇത് സുഖപ്പെടുന്നുണ്ട്. ശരിയായ രീതിയിൽ മനസ്സിലാക്കിയാൽ നമുക്ക് ശരിയായി ബയോകെമിക്കാണെങ്കിലും പൊട്ടൻസി ആണെങ്കിലും ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും. കൃത്യമായ പ്രയോഗത്തിലൂടെ നല്ല രോഗശാന്തി ലഭിക്കാൻ സാധിക്കും. നമുക്ക് അടുത്ത എപ്പിസോഡിൽ ഈ അധ്യായം അവസാനിക്കും. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.